ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂവനായ 5-ാം ദിവസം. മറിയം ഒരു പൈപ്പോ കുഴലോ ഒന്നുമല്ല, അമ്മയാണ്. മറിയം മുട്ടത്തോടല്ല, പൈപ്പല്ല, കുഴലല്ല, അമ്മയാണ്. ശൂവനായ എന്ന വാക്കിനർത്ഥം നമ്മൾ പറഞ്ഞു, സ്ഥലം മാറ്റം. സുറിയാനി സഭ സ്ഥലം മാറ്റം, ശൂവനായ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് മറിയത്തിന്റെ ഈ മോക്ഷക്കരേറ്റം അല്ലെങ്കിൽ സ്വർഗ സംവഹനം എന്ന തിരുനാളിന്. ഭൗമിക പറുദീസയിൽ നിന്ന് സ്വർഗീയ പറുദീസയിലേക്ക് മറിയം സ്ഥലം മാറി, വാങ്ങിപ്പോയി എന്ന് പറയും പഴയ ഭാഷയിൽ. അപ്പോൾ ശൂവനായ എന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റം. എത്ര ഗംഭീരമായ വാക്കാണ്. ഭൗമിക പറുദീസയിൽ നിന്ന് സ്വർഗീയ പറുദീസയിലേക്ക് മറിയം സ്ഥലം മാറി. ഇത്രയും നല്ലൊരു ദൈവശാസ്ത്ര വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഗ്രീക്ക് പാരമ്പര്യത്തിൽ പറയുന്നത് തെയോത്തോക്കസിന്റെ നിദ്ര എന്നാണ്. നിദ്ര, ദ ഡൊർമീഷൻ ഓഫ് ദ തെയോത്തോക്കസ്. ലത്തീൻ പാരമ്പര്യത്തിൽ അസംഷൻ, സ്വർഗ സംവഹനം, മോക്ഷക്കരേറ്റം എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്തിനാണ് വിവിധ സഭകൾ ഉള്ളത് എന്നതിനൊരു തെളിവ് കൂടിയാണിത്. സുറിയാനി സഭയിൽ ശൂവനായ എന്ന വാക്കാണ് സ്ഥലം മാറ്റം. അതൊരു ദൈവശാസ്ത്രമാണ്. ഗ്രീക്ക് സഭയിൽ ഡൊർമീഷൻ, നിദ്ര എന്നാണ്, ഉറക്കം എന്നാണ്. തെയോത്തോക്കസിന്റെ ഉറക്കം എന്നാണ്. ലത്തീൻ സഭയിൽ മോക്ഷക്കരേറ്റം അല്ലെങ്കിൽ സ്വർഗ സംവഹനം എന്നാണ്. എല്ലാം അർത്ഥമാക്കുന്നതൊക്കെ ഒരേ സംഭവത്തെ തന്നെ, പക്ഷേ വ്യത്യസ്തമായ വാക്കുകളിലൂടെ വ്യത്യസ്തമായ ദൈവശാസ്ത്രമാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ എന്റെ ടോക്കുകൾ കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് മരണമില്ല, സ്ഥലമാറ്റമേ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്ക് മരണമില്ല, സ്ഥലമാറ്റമേ ഉള്ളൂ. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എന്ന കർത്താവ് പറഞ്ഞേ. നമ്മൾ ആ ഭക്ഷം അപ്പം യോഗ്യതയോടെ ഭക്ഷിക്കുന്നെങ്കിൽ നമ്മൾ മരിക്കില്ല, നമുക്ക് സ്ഥലമാറ്റമേ ഉള്ളൂ. ഈ ബയോളജിക്കൽ ജീവനിൽ നിന്ന് ബയോളജിക്കൽ ജീവന് മരണവും അഴകലുമുണ്ട്. അത് രണ്ടുമില്ലാത്ത, മരണവും അഴകലുമില്ലാത്ത ജീവനിലേക്കുള്ള ട്രാൻസ്ഫർ, സ്ഥലം മാറ്റമാണ് വാസ്തവത്തിൽ ഈ ക്രിസ്ത്യാനികളുടെ മരണം എന്ന് പറയുന്നത്. മരണമെന്ന പുഴയിലൂടെ അപ്പുറത്തേക്ക് ചെല്ലുകയാണ്. മരണം ഒരു പുഴയാണ്, ഫിസിക്കൽ മരണം. അതിലൂടെ നമ്മൾ ആ പുഴയുടെ അങ്ങേ തീരത്ത് ചെല്ലുകയാണ്. അവിടെയാണ് നിത്യജീവന്റെ തീരം. ആ ജീവൻ എന്ന് പറയുന്നത് ഈ ജീവശാസ്ത്രപരമായ ജീവന്റെ പരിമിതികളായ മരണം, അഴകല് എന്നിവയില്ലാത്ത ജീവനാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് മരണമില്ല, സ്ഥലം മാറ്റമേ ഉള്ളൂ. ഇത് വ്യക്തമാക്കുക. ഇത് മറിയത്തിന്റെ മക്കളാണ് നമ്മൾ ഇന്ന് തെളിവ് കൂടിയാണത്. മറിയത്തിനും സ്ഥലം മാറ്റമായിരുന്നു. അത് നമ്മളെപ്പോലെ ഈ ശരീരം ഉയർപ്പിക്കപ്പെടാൻ മറിയം യുഗാന്തം വരെ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം. അതേക്കുറിച്ചൊക്കെ നമുക്ക് ഓഗസ്റ്റ് 15-ാം തീയതി നമുക്ക് ധ്യാനിക്കാം. ഈ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികള്, ക്രിസ്റ്റഡൽഫിയൻസ്, ബ്രദറൻ അസംബ്ലികള്, പിന്നെ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, അങ്ങനെ കത്തോലിക്ക സഭ വിട്ടുപോയ കുറേ പേരുണ്ട്. അങ്ങനെ കത്തോലിക്ക സഭ വിട്ടുപോയിട്ട് കത്തോലിക്ക സഭ തെറി പറയുന്നവര് പണ്ട് പറഞ്ഞിരുന്നത് മറിയം മുട്ടത്തോട് പോലെയായിരുന്നു. മുട്ടത്തോട് ഈ കോഴിക്കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മുട്ടത്തോടിന് വലിയ വിലയില്ല എന്നാണ് അവർ പഠിപ്പിച്ചിരുന്നത്. അതിലൊരുപാട് എതിർപ്പുകൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ മാറ്റി. ഇപ്പൊ അവർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്, ഈ മൊർമോൺ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളൊക്കെ പറഞ്ഞു നടക്കുന്നത് മറിയൊരു കുഴല് പോലെയായിരുന്നാണ്, ഒരു പൈപ്പ് പോലെ, ഒരു കുഴല് അല്ലെങ്കിൽ പൈപ്പ്. അപ്പൊ ദൈവം മനുഷ്യനായിട്ട് ആ കുഴലിൽ കൂടെ ഇങ്ങോട്ട് പോകുന്നു. കുഴലിന് തൊട്ട് ഇങ്ങനെ മറിയൊരു കുഴല് പോലെ, സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ഇറങ്ങാൻ വേണ്ടി ഒരു കുഴലായിരുന്നു മറിയമെന്നാണ് ഇപ്പൊ അവർ പഠിപ്പിച്ച് നടക്കണേ. എന്തൊരു ഈ സംസ്കാര ശൂന്യതയാണിത്. പിതൃശൂന്യത, തന്തയില്ലായ്മ എന്നൊക്കെയാണ് പറയേണ്ടത്. മറ്റെല്ലാ കാര്യത്തിനും ബൈബിളിലെ വചനമുണ്ടോ, ബൈബിളിലെ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവര് ഇക്കാര്യത്തിൽ ബൈബിളിലെ തിരുവചനങ്ങൾ അപ്പാടെ നിഷേധിക്കുകയാണ്. മറ്റെല്ലാ കാര്യത്തിലും ബൈബിൾ എവിടെ പറഞ്ഞിട്ടുണ്ടോ, ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നു ചോദിക്കുന്ന ആളുകള് ഇക്കാര്യം വരുമ്പോഴും, മറിയത്തിന്റെ കാര്യം വരുമ്പോൾ ബൈബിളിലെ വെളിപാട് മുഴുവൻ പാടെ നിഷേധിക്കുകയാണ്. അങ്ങനെ നിഷേധിക്കുന്നതിനാൽ അവർ പരിശുദ്ധാത്മാവിനെതിരെ തെറ്റ് ചെയ്യുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു, മറിയമേ ഭയപ്പെടേണ്ട, നീ ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഗർഭം ധരിച്ച്, കുഴല് പോലെ എന്നല്ല പറഞ്ഞത്, ഗർഭം ധരിച്ച്. മനുഷ്യസ്ത്രീ ഗർഭം ധരിക്കുന്ന പോലെ, പക്ഷെ അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. മറിയം 3 മാസത്തോളം അവളുടെ കൂടെ പാർത്തതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബത്തിന്റെ വീട്ടിൽ പോയിട്ട് 6-ാം മാസം, അതായത് എലിസബത്തിന്റെ ഗർഭത്തിന്റെ 6-ാം മാസമാണ് മറിയം ഗർഭം ധരിക്കുന്നത്. 3 മാസം ഈ എലിസബത്തിനെ ശുശ്രൂഷിച്ചു. അവളുടെ പ്രസവത്തിന് തൊട്ട് മുമ്പായിട്ട് മറിയം തിരിച്ചുപോയി. അതിന് കാരണങ്ങളുണ്ട്. 3 മാസം. പിന്നെ മറിയം പ്രസവിക്കുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 2-ാമത്തെ അധ്യായം, ലൂക്കാസ് 2-ാമത്തെ അധ്യായം 1 മുതൽ. അക്കാലത്ത് ഇങ്ങനെ സംഭവിച്ചു.
ലോകമൊക്കെയും പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്തുസ് കൈസറുടെ കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയ നാട് വാഴുമ്പോൾ ഈ ആദ്യത്തെ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി എല്ലാവരും താന്താങ്ങളുടെ പട്ടണത്തിലേക്ക് യാത്രയായി. യോസഫ് ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനായിരുന്നതിനാൽ തനിക്ക് വിവാഹം നിശ്ചയം ചെയ്തിരുന്ന മറിയം എന്ന ഗർഭിണിയായ ഭാര്യയോട് കൂടെ പേരെഴുതിക്കപ്പെടേണ്ടതിന് ഗലീലയിലെ നസറത്ത് വിട്ട് യഹൂദായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് പോയി. ഗർഭിണിയായ മറിയത്തോടു കൂടെ. ഇനി മറിയം പ്രസവിച്ചു കഴിഞ്ഞു ഇല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് എട്ടാം ദിവസം ജനിച്ചിട്ട് 8-ാം ദിവസം പരിച്ഛേദനത്തിൽ അല്ലേ, അവന്റെ പരിച്ഛേദനത്തിലുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ മാലാഖ നിർദ്ദേശിച്ചത് പോലെ അവന് യേശു എന്ന് പേര് വിളിച്ചു. അവന്റെ പരിച്ഛേദനത്തിന് 8-ാം ദിവസം, പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസം, 8-ാം ദിവസമാണ് പരിച്ഛേദനം. അത് പഴയ ഉടമ്പടിയിലേക്കുള്ള ഉൾച്ചേരലാണ്. പരിച്ഛേദനത്തിന്റെ സ്ഥാനത്തുള്ളത് മാമോദിസയാണെന്ന് കൊളോസസ് ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ശിശുമാമോദിസ വേണം, 8-ാം ദിവസം ജനിച്ചിട്ട് 8-ാം ദിവസം തന്നെ മാമോദിസ വേണമെന്ന് പല സ്ഥലത്തും ബൈബിളിലുണ്ട്. കൊളോസസ് ലേഖനത്തിൽ പൗലോസ് അത്രയും വളരെ വ്യക്തമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. പരിച്ഛേദനത്തിന്റെ സ്ഥാനത്തുള്ളത് മാമോദിസയാണെന്ന്. അതുകൊണ്ട് 8-ാം ദിവസമാണ്, ജനിച്ചിട്ട് 8-ാം ദിവസമാണ് വേണ്ടത്, ശിശുമാമോദിസയാണ് വേണ്ടത്. മറിച്ച് ചെയ്യുന്നത് സ്നാപയോഹന്നാന്റെ സ്നാനമാണ് ഈ പുഴയിലും നദിയിലൊക്കെ ഒഴുക്കുന്നത്. അത് ക്രിസ്തീയ മാമോദിസയല്ല, ക്രിസ്തു സ്വീകരിച്ച മാമോദിസയല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അത് യോഹന്നാന്റെ സ്നാനമല്ലേ, ക്രിസ്തു നൽകുന്ന സ്നാനമാണ്. അത് മുകളിൽ നിന്ന്. അതുകൊണ്ട് മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കണേ. പരിശുദ്ധാത്മാവിന്റെ ഇല്ലേ, പെന്തക്കോസ്തയില് മുകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വന്നു എന്നാണ്, അല്ലാണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയെന്നല്ല. ഇത് ബൈബിൾ ആഴത്തിൽ പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരുടെ പ്രശ്നങ്ങൾ. ഈ 12-ാം വയസ്സിൽ കുഞ്ഞിനെ കാണാതെ പോയി ഇല്ലേ, 3-ാം ദിവസം കണ്ടെത്തിയപ്പോൾ മറിയം ഇല്ലേ, മറിയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന്റെ അമ്മ കുഴല് മുട്ടത്തോടുന്നൊന്നുമല്ല, അവന്റെ അമ്മ ഈശോയോട് പറഞ്ഞു, കുഞ്ഞേ അമ്മ മകനെ വിളിക്കുന്ന കുഞ്ഞേ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും ഉത്കണ്ഠയുടെ തന്നെ തിരയുകയായിരുന്നു. ആ രംഗം അവസാനിക്കുന്നത് പിന്നെ ഈശോ അവരോട് കൂടി ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ഇക്കാര്യങ്ങൾ അവന്റെ അമ്മ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിലും വളർന്നു വന്നു. ഈ 30 കൊല്ലത്തോളം അവൻ നസ്രത്തിൽ വന്ന് അവർക്ക് മറിയത്തിനും യോസഫിനും വിധേയനായി ജീവിച്ചു. ആര്? ഈശോ മിശിഹ, ഏക മധ്യസ്ഥൻ, പുത്രൻ തമ്പുരാൻ. ആർക്ക് വിധേയനായി ജീവിച്ചു? മറിയത്തിനും യോസഫിനും. അങ്ങനെയുള്ള മറിയത്തെയാണ് ഇവര് മുട്ടത്തോടാണ്, കുഴലാണ്, പൈപ്പാണെന്നൊക്കെ പറഞ്ഞ് അവമാനിക്കുന്നത്. തിരുവചനത്തെ വ്യഭിചരിച്ച് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നത് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും യഹോവ സാക്ഷികളും കത്തോലിക്ക സഭ വിട്ടുപോയവരും മുഴുവൻ. ഞാൻ കത്തോലിക്ക സഭയിൽ ധാരാളം തിന്മകളുണ്ട്, പാപികളുണ്ട്. പാപികളെ തേടിയാണ് കർത്താവ് ഈശോ മിശിഹ വന്നത്. കത്തോലിക്ക സഭയിലെ ആളുകളെ തേടി. കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയവരൊക്കെ വിചാരിക്കുന്ന അവർ വിശുദ്ധരാണെന്നാണ്. അവരെ തേടി കർത്താവ് വന്നിട്ടില്ല. നീതിമാന്മാരെ തേടിയല്ല ഞാൻ വന്നത്, പാപികളെ തേടിയാണ്. എന്ന് വെച്ചാൽ പാപത്തിൽ കിടന്ന് ഉരുളാനല്ല പറയുന്നത്, പക്ഷേ പാപികളാണ്. ചുരുക്കത്തില് ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത് മറിയത്തിലൂടെയാണ്. ഈശോ മിശിഹയ്ക്ക് മനുഷ്യത്വം കൊടുത്തത് മറിയമാണ്. അതുകൊണ്ട് ഈശോയുടെ അമ്മയാണ് മറിയം, മുട്ടത്തോടെ കുഴലോ ഒന്നുമല്ല. ഈ കാരണങ്ങളൊക്കെ ലിറ്റർജിയില് ഈ ശൂനായയില് നമ്മൾ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റിയാണ് പഠിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു ലിറ്റർജിയിൽ ഒരു പാട്ടിലേക്ക് വരാൻ വേണ്ടിയാ. ആ പാട്ട് എങ്ങനെയാണ്? കന്യേ മുൻഫലമായോളെ, രക്ഷയ്ക്കുറവിടമായോളെ, ഏകാത്മജനോടർത്തിക്കുക ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ. കന്യേ മുൻഫലമായോളെ, രക്ഷയ്ക്കുറവിടമായോളെ, ഏകാത്മജനോടർത്തിക്കുക ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ. ഇതിലത്തെ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്, രക്ഷയ്ക്കുറവിടം. രക്ഷ എന്നുള്ള വാക്കിന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ജീവൻ എന്നാണ് പറയുന്നത്. ജീവൻ എന്ന് പറഞ്ഞാൽ, രക്ഷ എന്ന് പറഞ്ഞാൽ അല്ലേ ജീവൻ. ജീവൻ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ, ജീവശാസ്ത്രപരമായ ജീവൻ, അതീതമായ ജീവൻ. അതായത് മരണം, അഴുകൽ എന്നിവയ്ക്ക് വിധേയമല്ലാത്ത ജീവൻ. അതിനാണ് രക്ഷ എന്നും പറയുന്നത്. അതിന്റെ ഫസ്റ്റ് ചുവടുവെപ്പാണ് പാപമോചനം. പാപമോചനവും രക്ഷയും ജീവനും ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ രക്ഷ കൊണ്ടുവന്നത് ഈശോ മിശിഹയാണ്. നമുക്ക് ഈ ജീവന്റെ അന്തിമഘട്ടം, മരണത്തിനും അഴികളിലും വിധേയമല്ലാത്ത ജീവൻ കൊണ്ടുവന്നത് ഈശോയാണ്. ആ ഈശോ വന്നത് മറിയത്തിലൂടെയാണ്. മറിയമാണ് അവളെ പ്രസവിച്ചത്. അപ്പൊ രക്ഷയ്ക്ക് ഉറവിടം എന്ന് പറഞ്ഞാൽ രക്ഷകന്റെ ഉറവിടം അത് മറിയമാണ്.
ജീവന്റെ ഉറവിടം അല്ലേ? ജീവൻ നൽകുന്നത് ഈശോയാണ്. പക്ഷെ ആ ജീവൻ നൽകുന്ന ഉറവിടം ഈശോ വന്നത് മറിയത്തിലൂടെയാണ്. ആ അർത്ഥത്തിലാണ് രക്ഷയ്ക്കുറവിടമായോളെ എന്ന് പറയുന്നത്. രക്ഷയ്ക്കുറവിടമായോളെ. ഞാൻ ആവർത്തിക്കുക, രക്ഷകന് മറിയം ഗർഭം ധരിച്ച് 10 മാസം ഗർഭത്തിൽ 10 മാസം ഗർഭത്തിൽ ചുമന്ന് എന്നിട്ടാണ് പ്രസവിച്ചത്. 10 മാസം എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് പറയും അതങ്ങനെ ശരിയാവണേ 10 മാസം 9 മാസം 9 ദിവസം അല്ലേ എന്നൊക്കെ ചോദിക്കും. അത് പെണ്ണുങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. പെണ്ണുങ്ങൾക്ക് എത്രയാണ് ഒരു മാസം എന്ന് പറഞ്ഞാൽ? 28 ദിവസം അല്ലേ? ആർത്തവ ചക്രം 28 ദിവസം അല്ലേ? ലൂണാർ മന്ത്, ചാന്ദ്രമാസമാണ് സ്ത്രീകൾ അവരുടെ ശരീരത്തിൽ പിന്തുടരുന്നത്. പുരുഷ കേന്ദ്രിതമായ സൊസൈറ്റിയിലാണ് ഈ 30, 31 പുരുഷന്മാരെ പോലെ തന്നെയാണ് മാസങ്ങൾ. അതായത് 30 ചില മാസങ്ങൾ, ചില 31, ചില 28, ഒന്നിനും ഉറപ്പില്ല. സ്ത്രീകൾക്ക് നല്ല ഉറപ്പാണ് 28 ദിവസം. 28 ദിവസമാണ് ആർത്തവ ചക്രം. അവർ ശരീരത്തിലുള്ള മാസമാണ് പറയുന്നത്. എത്ര ദിവസമാണ് നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ? 280 ദിവസം. അപ്പൊ 28 ദിവസമുള്ള ചാന്ദ്രമാസത്തിൽ എത്ര മാസം കിടന്നാലാണ് 280 ദിവസം ആകുക? കറക്റ്റ് 10 മാസം. അത് ചില ഏറ്റക്കുറച്ചിലുണ്ടാകാം. അപ്പൊ 10 മാസം എന്ന് തന്നെയാണ് പറയേണ്ടത്. 9 മാസം 9 ദിവസം ഒന്നുമല്ല, 10 മാസം. സ്ത്രീകളാണ് ഗർഭം ധരിക്കുന്നത്, പുരുഷന്മാരല്ലല്ലോ. സ്ത്രീകൾ ഗർഭം ധരിക്കുന്നത് 10 മാസം തന്നെയാണ്. 28 ദിവസങ്ങളുള്ള 10 ചാന്ദ്രമാസങ്ങളാണ്. അപ്പോൾ 10 മാസം ഗർഭത്തിൽ ചുമന്നിട്ടാണ് ഈ മറിയം ഈശോയെ പ്രസവിക്കുന്നത്. അവളുടെ മനുഷ്യത്വം അവളാണ് കൊടുത്തത്, മറിയമാണ് കൊടുത്തത്. അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് ദൈവമായിരിക്കുന്നത് പോലെ തന്നെ അത്ര തന്നെ പ്രാധാന്യം മറിയത്തിനുണ്ട്. കാരണം ദൈവം മനുഷ്യനായിട്ട് വേണമായിരുന്നു നമുക്ക് രക്ഷ നൽകാൻ. ദൈവത്തിനൊരു വാക്കുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്ന് പലരും പ്രസംഗിക്കുന്നുണ്ട്. പാഷാണ്ഡതയാണത്. ദൈവത്തിനൊരു വാക്കുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നുവെന്ന് പലരും പ്രസംഗിക്കുന്നുണ്ട്. അത് പാഷാണ്ഡതയാണ്, ഹെരസി, വേദവിപരീതമാണ്. നസ്രത്തിൽ യേശു എന്ന ഗ്രന്ഥത്രയത്തിലെ 3-ാമത്തെ വാള്യത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് ദൈവത്തിന്റെ സർവശക്തി മനുഷ്യന്റെ സ്വാതന്ത്ര്യമായി കൂട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതാണ്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ല. നമ്മൾ സമ്മതിച്ചാൽ ദൈവം സർവശക്തനാണ്. നമ്മൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല. യൂദാസിന്റെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ലായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ല. കാരണം അവർ യൂദാസുമാരെ പോലെയാണ്. അൽമായ മുന്നേറ്റക്കാരുടെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ല. കാരണം അവർ യൂദാസിനെ പോലെയാണ്. അവർ സമ്മതിച്ചാൽ ദൈവം സർവശക്തനാകും. ഇപ്പൊ അവർ സമ്മതിക്കുന്നില്ല. യൂദാസിനെ പോലെ കർത്താവിന് ഒറ്റിക്കൊടുക്കുകയാണ് അവര്. അപ്പം ഈ ഒരു വാക്കുകൊണ്ട് ദൈവത്തിന് ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും ദൈവം അങ്ങനെ ചെയ്തേനെ. മനുഷ്യന്റെ കാര്യത്തിൽ ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. മനുഷ്യന്റെ അനുവാദം വേണം, മനുഷ്യന്റെ സമ്മതം വേണം. അതിനാൽ ദൈവത്തിന്റെ സർവശക്തി മനുഷ്യന്റെ സമ്മതവുമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് കൂട്ടിപ്പിണഞ്ഞ് കിടക്കുന്നെന്നാണ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. ഈ എന്തുകൊണ്ടാണ് ഒരു വാക്കുകൊണ്ട് ദൈവത്തിന് രക്ഷിക്കാൻ പറ്റാത്തത്? മനുഷ്യന്റെ സ്വാതന്ത്ര്യമുള്ള ജീവിയാ. ദൈവത്തോട് നോ പറയാനും യെസ് പറയാനും മനുഷ്യന് കഴിയും. അപ്പം മനുഷ്യന്റെ സമ്മതം വേണം. മാത്രമല്ല മനുഷ്യന്റെ രക്ഷ മനുഷ്യനിലൂടെ വേണം വരാൻ. നമ്മൾ ഉൾച്ചേരാത്ത ഒരു രക്ഷ നമുക്ക് യോജിച്ചതാണോ? മനുഷ്യന്റെ രക്ഷ മനുഷ്യനിലൂടെ തന്നെ വേണ്ടേ? ദൈവം മനുഷ്യനിൽ ആഗ്രഹിക്കുന്ന എന്താണ്? അനുസരണം. എല്ലാം തികഞ്ഞ അനുസരണം. അതിനാണ് ബലി എന്ന് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വാതന്ത്ര്യമുള്ള ജീവിയായതുകൊണ്ട്, ബുദ്ധിയും ബോധമുള്ള ജീവിയായതുകൊണ്ട് നമ്മിൽ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാം തികഞ്ഞ അനുസരണമാണ്. ആ അനുസരണമാണ് ബലി. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ എല്ലാം തികഞ്ഞ അനുസരണം മനുഷ്യർ കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല. അതിനാൽ ദൈവം തന്നെ മനുഷ്യനായി. മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് ദൈവപിതാവ് ആഗ്രഹിച്ച എല്ലാം തികഞ്ഞ അനുസരണം പുത്രൻ തമ്പുരാൻ കൊടുത്തു. അത് മനുഷ്യന്റെ അനുസരണമാണ്. മനുഷ്യന്റെ അനുസരണത്തിലൂടെ മാത്രമേ മനുഷ്യരെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നുള്ളൂ. ഒരു മനുഷ്യൻ കഴിയാത്തത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി. അപ്പോൾ ദൈവം മനുഷ്യനാകാതെ മനുഷ്യരെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ല. ദൈവം മനുഷ്യനാകണമെങ്കിൽ മറിയത്തിന്റെ സമ്മതം വേണമായിരുന്നു, മറിയത്തിന്റെ അനുസരണം വേണമായിരുന്നു. അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് ഉറവിടമല്ലേ മറിയം? ദൈവം നമ്മുടെ രക്ഷയ്ക്ക് ഉറവിടമായിരിക്കുന്നത് പോലെ തന്നെ മറിയം നമ്മുടെ രക്ഷയ്ക്ക് ഉറവിടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, കന്യേ മുൻഫലമായോളെ, ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉറവിടമായോളെ. എത്രയോ മനോഹരമാണ് ഈ ലിറ്റർജിയിൽ പറയുന്നത്. ഈ മറിയത്തിൽ നിന്ന്, കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളായി മറിയത്തിൽ നിന്ന് അനുസരണം തേടി ഗബ്രിയേൽ മാലാഖയെ അയക്കുകയാണ് ദൈവം.
ഗബ്രിയേൽ, നമ്മൾ പല പടങ്ങളിലും കാണുന്നത് ഇങ്ങനെ മറിയം മുട്ടുകുത്തി നിൽക്കുന്നതും ഗബ്രിയേൽ മാലാഖ അങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്നതുമായിട്ടാണ്. പത്മോസിലെ ഒരു ആശ്രമത്തിൽ മറിച്ചാണ് ഗബ്രിയേൽ മാലാഖയാണ് മുട്ടുകുത്തി നിൽക്കണേ. സത്യത്തിൽ അതാ സംഭവിച്ചത്. മറിയത്തിന് മുമ്പിൽ കെഞ്ചിയാണ്, നിന്റെ അനുസരണം വേണം. ദൈവം ഗബ്രിയേൽ മാലാഖയെ അയച്ച് മറിയത്തോട് കെഞ്ചിയാണ്, നിന്റെ അനുസരണം വേണം, എനിക്ക് മനുഷ്യനാകണം, മനുഷ്യനായാലേ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റൂ, മനുഷ്യനായാലേ മനുഷ്യൻ രക്ഷിക്കാൻ പറ്റൂ, മനുഷ്യനാകാൻ നിന്റെ സമ്മതം വേണം, അനുസരണം വേണം. അപ്പോൾ മറിയം ആ സമ്മതം കൊടുത്തു, അനുസരണം കൊടുത്തു, സഹകരിച്ച ദൈവത്തോട്. മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കാറില്ല ഇപ്പൊ നമ്മള്. പണ്ട് വിളിച്ചിരുന്നപ്പോ വിളിക്കാറില്ല. വിളിക്കാത്തത് അവൾ സഹരക്ഷക അല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എക്യുമെനിസത്തിന് അത് തടസ്സമാണ് ആ വാക്ക്. അതായത് മറ്റ് കത്തോലിക്ക എന്ന് വിട്ടുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ സഹരക്ഷക എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ അവർക്ക് അലർജിയാണ്. അപ്പൊ അവരെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല, സഹരക്ഷക. പക്ഷെ മറിയം സഹരക്ഷക തന്നെയാണ് സത്യത്തില്. അവളുടെ അനുസരണവും സഹകരണവും ഇല്ലാതെ ദൈവത്തിന് നമ്മെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. ഈ അർത്ഥത്തിലാണ് രക്ഷയ്ക്ക് ഉറവിടം ആയോളെ, ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉറവിടം ആയോളെ എന്ന് മറിയത്തോട് പറയുന്നത്. ഈ ദൈവം എന്ന് പറയുന്ന നമ്മുടെ രക്ഷകൻ, പുത്രൻ തമ്പുരാൻ, നമ്മുടെ കർത്താവ് 30 സംവത്സരങ്ങൾ മറിയത്തെ അനുസരിച്ച് ജീവിച്ചു എന്നാണ് തിരുവചനം പറഞ്ഞത്. ലൂക്കാസ് 2:51 നമ്മൾ കേട്ടതാണത്. ദൈവം പോലും, ദൈവപുത്രൻ പോലും മറിയത്തിന് വിധേയപ്പെട്ട് ജീവിച്ചു. മറിയത്തെ തെറി പറയുന്ന പെന്തക്കോസ്തക്കാര്, യഹോവ സാക്ഷികള്, ബ്രദറൻ അസംബ്ലിക്കാര്, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, അങ്ങനെയുള്ള ഈ സകല മനുഷ്യരും ഈ തിരുവചനത്തെ വ്യഭിചരിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെതിരെ തെറ്റ് ചെയ്യുകയാണ്. മറിയത്തിന്റെ മാധ്യസ്ഥത്തെ കുറിച്ച് പറയുമ്പോൾ അവരപ്പം തെറി പറയാൻ തുടങ്ങും. എന്നാണ് ഏക മധ്യസ്ഥനുണ്ട്, പൗലോസിലേക്ക് എഴുതിയിട്ടുണ്ട്. ആ തിരുവചനം കൂടാണ്ട് വേറെ ഒരുപാട് തിരുവചനമില്ലേ? ഈ യേശു ഏക മധ്യസ്ഥനായി സ്വർഗത്തിൽ ചെയ്യുന്ന കാര്യം എഴുതിയിരിക്കുന്ന എവിടെയാണ്? വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായം. സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിനും ലോകത്തിന്റെ പ്രതിനിധിയായ 4 ജീവികൾക്കുമിടയിൽ കുഞ്ഞാട്, അറക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്, മധ്യസ്ഥൻ. ആ അധ്യായത്തില് വിശുദ്ധരുടെ പ്രാർത്ഥനകള് ഒരു സ്വർണ്ണക്കലശത്തിൽ ഇട്ടെന്ന് എഴുതിയിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകള്, വിശുദ്ധരിൽ ഏറ്റവും മുൻപന്തിയിലാണ് മറിയം. അപ്പോൾ ഏക മധ്യസ്ഥനെ അവതരിപ്പിക്കുന്ന ബൈബിളില് വിശുദ്ധരുടെ പ്രാർത്ഥന വേണമെന്ന് എഴുതിയിരിക്കുക. പിന്നെ 8-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വെളിപാട് പുസ്തകത്തില് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് പല പ്രാവശ്യം തിരുവചനത്തിലുണ്ട്. വെളിപാട് ദിവസം 5-ാമത്തെ അധ്യായത്തിലുണ്ട്, വെളിപാട് ദിവസം 8-ാമത്തെ അധ്യായത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെന്തക്കോസ്ത് സഹോദരങ്ങളെ, യഹോവ സാക്ഷികളെ, ബ്രദറൻ അസംബ്ലിക്കാരെ, പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാരെ, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, നിങ്ങളെല്ലാം വിട്ടുപോയത് രക്ഷയുടെ ഉറവിടത്തിൽ നിന്നാണ്, മറിയത്തിൽ നിന്നാണ്. തിരിച്ചു വരിക, മറിയത്തിന്റെ ചിറകിൻ കീഴിൽ അഭയം തേടുക. കത്തോലിക്കര് അതിന് വഴികാട്ടികളാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.